തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS ISO പ്രഖ്യാപനം നടന്നു. ഇതോടനുബന്ധിച്ച് നവീകരിച്ച ഓഫീസും ഉദ്ഘാടനം ചെയ്തു. തെക്കുംഭാഗം കുടുംബശ്രീ CDSന്റെ ISO പ്രഖ്യാപനവും നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം വനിതാ സംവരണ ബില്ലുകൾ പ്രാബല്യത്തിൽ വന്നതോടുകൂടി പുരുഷന്മാരെക്കാൾ വലിയ സ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്കും സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പച്ചയ യാഥാർത്ഥ്യമാണ്. ഇവിടെ പഞ്ചായത്ത് അംഗങ്ങളെ തന്നെ പരിശോധിച്ചാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് അംഗങ്ങൾ വരെ പരിശോധിച്ചാൽ ഏറെയും സ്ത്രീകളാണ്. പക്ഷെ സ്ത്രീകൾക്കും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ ഭരണനിർവഹണം നടത്തുന്നതിന് കഴിവുണ്ട് എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിച്ചവരാണ് ഓരോരുത്തരും. അപ്പൊ ആ നിലയിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ പോലും, ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും അതിൽ മലയാളികളായിട്ടുള്ള വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പ്രധാനമായും 3 വനിതകൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ഒന്ന് ദാക്ഷായണി വേലായുധൻ, കേരളത്തിൽ ആദ്യമായി SLC പാസ്സായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിത. അവർ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ഒരുപക്ഷെ BA പാസ്സായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ISO സർട്ടിഫിക്കറ്റ് CDSന് കൈമാറി. സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ജില്ലയിൽ വെച്ച് നടന്നപ്പോൾ അതിനുശേഷമാണ് നമ്മൾ നടത്തിയെന്നുള്ള ഒരു അഭിമാനം നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ വിഷമവുമുണ്ട്. നമ്മുടെ എല്ലാ അംഗങ്ങളും, ഈ കുടുംബശ്രീ അംഗങ്ങൾ ADSമാർ 5 പേര് വെച്ച് വന്നെങ്കിൽ പോലും നമ്മുടെ ഈ ഹാൾ നിറഞ്ഞു കവിയുമായിരുന്നു. എന്തായാലും നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ, യഥാർത്ഥത്തിൽ എനിക്ക് വിഷമം തോന്നി. കൊല്ലം ജില്ലയിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ CDS ചെയർപേഴ്സന്റെ റൂം അതിഗംഭീരമായി, അവരൊരു കെട്ടിടം തന്നെയാണ് CDS ചെയർപേഴ്സണും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും കൊടുത്തിരിക്കുന്നത്. ചെയർപേഴ്സൺ ഹിൽഡ ബിട്രോ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ശശികല സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, പഞ്ചായത്ത് അംഗം മീനാക്ഷി, പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി കോഗ്ലിൻ ക്രിസ്റ്റി, ADS CDS അംഗങ്ങൾ RPമാർ, ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ്, കുടുംബശ്രീ അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.